കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നിർമ്മല വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ ആ സമയത്താണ് നിർമ്മല നന്ദയെ കാണുന്നത്. നന്ദയെ കണ്ടതും നിർമ്മല പറഞ്ഞു, അതെ നന്ദ ഡോക്ടറെ, ഈ ഫ്രൂട്ട്സ് ആ പിങ്കിക്ക് കൊടുത്തേക്കാൻ പറയണേ. ഇത് കേട്ടത് നന്ദ പറഞ്ഞു, എന്താ നിർമ്മലെ ഇന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട്? അത് പിന്നെ ഞാൻ പുറത്തു പോയ സമയത്തെ ഈ ഫ്രൂട്ട്സ് കണ്ട് കുറച്ച് ഓറഞ്ച് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പിങ്കിനെ ഓർമ്മ വന്നു. പിങ്കി പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ ഞാൻ തന്നെ കൊടുക്കുന്ന നിർമ്മൽ തന്നെ കൊണ്ടേ കൊടുത്തേക്കാൻ പറയാം. അന്ന് ഒരു കാര്യം ചെയ്യാം, നന്ദ ഡോക്ടർ എന്നോടൊപ്പം വരാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുക. ആ സമയം പിങ്കി ഒരു ദിവാസ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അർജുനെ കുറിച്ചുള്ള കുറെ ചിന്തകളിൽ മുഴുകി ഇരിക്കുന്ന സമയത്താണ് നിർമ്മലും നന്ദയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നേ. അങ്ങനെ പിങ്കി നിർമ്മലിന്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഇങ്ങനെ നോക്കുവാണ്. പിങ്കിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. താൻ ആദ്യമായിട്ട് അർജുനെ കണ്ടതും പിന്നീട് അങ്ങനെ കുറെ ചിന്തകളൊക്കെ നിർമ്മലിനെ എപ്പോൾ കണ്ടാലും പിങ്കിയുടെ മനസ്സിലേക്ക് അതൊക്കെയാ വരുന്നത്. കാരണം അർജുനെ കുറിച്ചുള്ള ഓർമ്മകളാ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നന്ദി വെച്ചു, ഇതെന്താ പിങ്കി നീ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കാം. അർജുൻ നിനക്കൊരു സർപ്രൈസ് ആയിട്ടാ വന്നേക്കണെന്ന് പറയും. സർപ്രൈസ് എന്താ? അത് പിന്നെ അർജുൻ പറഞ്ഞു, അർജുനല്ല നിർമ്മല നിനക്ക് കുറച്ച് സർപ്രൈസ് ആയിട്ടാ വന്നിരിക്കുന്നു പറയാം. നിർമ്മല പറഞ്ഞു, അത് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഈ ഓറഞ്ച് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പിങ്കിനെ ഓർമ്മ വന്നു, അതാന്ന് പറയണം. ഇത് വാങ്ങിച്ചോളാൻ പറയണം. ഇത് കേട്ടതും പിങ്കി ഒന്നും മിണ്ടിയില്ല. നിർമ്മല തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് നന്ദ ചോദിച്ചു, എന്താ പിങ്കി നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ, വാങ്ങാൻ പറയാണ്. പെട്ടെന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറയാണ്. അതെന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞേ? നിർമ്മല സ്നേഹത്തോടെ കൊണ്ട് തരുന്നല്ലേന്ന് ചോദിക്കും. അത് സ്നേഹത്തോടെയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെങ്കിലേ ഞാൻ വാങ്ങാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാണ്. എന്ത് കണ്ടീഷൻ? നിർമ്മല ചോദിച്ചു, ഇതിന് മാത്രം എന്താ ഇത്ര കണ്ടീഷൻ ഇരിക്കുന്നേ? കുറച്ച് ഓറഞ്ച് വാങ്ങാനായിട്ട് കണ്ടീഷന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, ഈ മാസത്തെ വാടക തന്നുമ്പോഴേ ഈ ഓറഞ്ചിന്റെ പൈസ കുറച്ച് തന്നാൽ മതി, അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കൊള്ളാന്ന് പറയാം. ഓഹോ അപ്പൊ അതല്ലേ. അല്ല നിർമ്മലല്ലേ ഞാൻ കോഫി കൊണ്ട് തന്നു കഴിഞ്ഞപ്പം കോഫിയുടെ പൈസ വാങ്ങിയാൽ മാത്രമേ ഞാൻ കോഫി കുടിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞുകൂടെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം നന്ദ ചിരിച്ചു, കൊള്ളാം, നല്ല ഉഗ്രൻ ഐഡിയ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു, എന്നാ വേണ്ട എന്ന് പറയണം, ഞാനത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു തിരിഞ്ഞടന്നപ്പോഴത്തേനും നിർമ്മലിനെ വിളിച്ചിട്ട് പിങ്കി പറഞ്ഞു, എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ, ശരി എനിക്കങ്ങോട്ട് തന്നേക്ക് എന്ന് പറയണം. അങ്ങനെ നിർമ്മൽ അതും കൂടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നീട് നിർമ്മല് നന്ദ ചോദിച്ചല്ല എന്ത് പറ്റി ഇന്ന് ഇതൊക്കെ വാങ്ങാൻ കാരണം? അത് പിന്നെ ഇന്നത്തെ ദിവസം സാധാരണഗതിയില് ഞാനൊരു പീസ് കേക്ക് മേടിക്കാൻ പതിവുള്ളതെന്ന് പറയണം. കേക്കോ? അതെന്താ ഇന്ന് നിർമ്മലിന്റെ പിറന്നാളോ മറ്റോ ആണോന്ന് ചോദിക്കണം. ഇത് കേട്ടെന്ന് നിർമ്മല പറഞ്ഞു, അതെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആന്ന് പറയണം. ഇത് കേട്ട പിങ്കി പറഞ്ഞു, ആഹാ കൊള്ളാലോ, എന്നിട്ട് ഞങ്ങളോട് ആരോടും എന്താ ഒന്നും പറയായിരുന്നേ? നന്ദ ചോദിച്ചു, ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഇന്ന് എന്തേലും സ്പെഷ്യലായിട്ട് അർജുനല്ല നിർമ്മലിന് വേണ്ടി ഉണ്ടാക്കില്ലായിരുന്നു ചോദിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. ഇന്ന് വരെ എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ല എന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന പോലും എനിക്ക് ഇപ്പൊ ഇഷ്ടമില്ലാത്തൊരു കാര്യമാന്ന് പറയാം. ബർത്ത്ഡേ വെറുക്കാനായിട്ടൊരു കാരണമുണ്ട്. എന്റെ ചെറുപ്പത്തിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അവൻ കേക്ക് കട്ട് ചെയ്തു. സ്കൂളിൽ വെച്ച് കേക്ക് കട്ട് ചെയ്തപ്പോൾ ഏറ്റവും വലിയൊരു പീസ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, നിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നീ ഇതുപോലെ തന്നെ എനിക്കും വലിയ പീസ് ആണോന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ബർത്ത്ഡേ വന്നു. ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. പക്ഷെ അമ്മ ആദ്യം എതിർത്തു. അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു. കാരണം മിറ്റലടിക്കാൻ പോയി കിടന്ന് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അമ്മയ്ക്ക് എങ്ങനെ കേക്ക് മേടിക്കാനൊക്കെ പറ്റുന്നേ? അവസാനം അമ്മയുടെ ദേഷ്യപ്പെട്ടുകൊണ്ട് എനിക്ക് സങ്കടം വന്നു. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് കെട്ടി, പക്ഷെ എനിക്ക് കേക്ക് കെട്ടിയാൻ പറ്റില്ലല്ലോ, അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലെ അമ്മ എന്ത് ചെയ്യും, എന്റെ കയ്യിലൊരു പൊതി തന്നു. എന്റെ വിചാരം എന്തായിരുന്നു, കേക്കായിരിക്കുന്ന. ഞാൻ അതുമായിട്ട് സ്കൂളിലേക്ക് ചെന്നു. അങ്ങനെ ആകാംക്ഷപൂർവ്വം എല്ലാവരും കാത്തിരിക്കുക. എന്റെ വിചാരം അത് ഐസ്ക്രീമിൽ പൊതിഞ്ഞ് നല്ലൊരു കേക്കായിരിക്കുന്നു കരുതി ഞാൻ ആ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുറന്നു. എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ നിപ്പ്. അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നേ ഗോതമ്പ് മാവില് ശർക്കരയും തേങ്ങ വെച്ച് കുഴച്ച എന്തോ ഒരു അട പോലെ ഇരിക്കുന്ന അടയെന്ന് പറയാൻ പറ്റില്ല, ഒരു വട്ടയപ്പം പോലെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്നെ കളിയാക്കി ചിരിച്ചു. അന്നത്തോടു കൂടി ഞാൻ അമ്മയോട് പിണങ്ങിന്ന് പറയാം. പിന്നീട് ഞാൻ അറിഞ്ഞേ അമ്മയുടെ മുതലാളിയോട് പോയി പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ കൊടുത്തില്ല. അതിന്റെ വിഷമം അമ്മയ്ക്കുണ്ടായിരുന്നു. ഓഹോ അപ്പൊ അതുകൊണ്ടാണോ അമ്മയോട് മിണ്ടായിരിക്കണേ? അതാണോ കാര്യം എന്ന് വെക്കും. അത് മാത്രമല്ല, അച്ഛനില്ല എന്നുള്ള ആ ഒരു വിളിപ്പേര് അമ്മ കാരണമല്ലേ എനിക്കുണ്ടായത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവരിലും ഒറ്റപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാ ബർത്ത്ഡേ വന്നു കഴിയുമ്പോഴത്തേനും അന്നത്തെ ദിവസം എൻ്റെ ആ കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഒരു പീസ് കേക്ക് മേടിക്കും. അന്നേരം ഞാൻ തന്നെ അത് കഴിക്കും. അവന്റെ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വരും. അന്ന് അവൻ ആ പറഞ്ഞ കാര്യം എന്ന് പറയാം. അല്ലാതെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അന്നത്തെ കൂടി ഞാൻ ആ
ബർത്ത്ഡേ കാര്യം തന്നെ അത് തന്നെ ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കിയുടെ നന്ദയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു. പിന്നീട് അർജുൻ അങ്ങോട്ട് നിർമ്മൽ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ നിർമ്മൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് പിങ്കി മുറിയിലേക്ക് വന്നു. പിങ്കി പിന്നെ അർജുനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അർജുനെ കുറിച്ചുള്ള പല പല ഓർമ്മകളും പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗൗതമിന്റെ ഫോണിലേക്ക് ഓഫീസർ വിളിക്കുകയാണ്. ഓഫീസർ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഗൗതം ഫ്രീ ആണോ എന്ന് ചോദിക്കണം. എന്താ പറഞ്ഞോ സാർ? അതെ, ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചില്ല, ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം. എന്താ സാർ, എന്തേലും അർജന്റ് കാര്യമാണോ? അതെ, ഒരു അർജന്റ് കാര്യമാണ്. ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ബ്ലാക്ക് പണം നമ്മുടെ ഇങ്ങോട്ട് ഒഴുകി വരുന്നതിനെ കുറിച്ച്? അതെ, സാറ് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അതിപ്പോ ആ കുഴൽപ്പണം എല്ലാം ഒഴുകി എത്തിയിരിക്കുന്ന സാഗർ ഫിനാൻസിലേക്ക് എന്ന് പറഞ്ഞ ഒരു ഫിനാൻസ് കമ്പനിയിലേക്കാ. നമ്പർ 1 കമ്പനിയാന്ന് പറയാണ്. ഓഹോ, അങ്ങനെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അതിനകത്തൊന്ന് പിണങ്ങി മാറിക്കുന്ന ആരോ ആണ്. അങ്ങനെ തെറ്റിപ്പിടിച്ചിരിക്കുന്ന ആരാ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തരുന്നേ. പക്ഷെ അവിടെ തരുന്ന വിവരങ്ങളൊക്കെ വളരെ ചെറുതാണ്. നമുക്ക് അതുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് വേണ്ടത് അവരെക്കുറിച്ച് അറിയാനുള്ള കുറെ വിവരങ്ങൾ വേണം. അതൊക്കെ തരാൻ പറ്റിയ ഒരാളെ നമ്മൾ കണ്ടെത്തണം എന്ന് പറയാം. ആ സമയം ഗൗതം ഇങ്ങനെ ആലോചിച്ചു, ഈ സാഗർ ഫിനാൻസ് താൻ ഇത് കുറെ കേട്ടിട്ടുണ്ടല്ലോ, എവിടെ എന്താ പെട്ടെന്നാണ് ആ ഓർമ്മ വന്നേ. നിർമ്മൽ പറഞ്ഞ കാര്യം, താൻ സാഗർ ഫിനാൻസിലെ ജോലി ചെയ്യുന്നെന്നുള്ള കാര്യം. ഓഹോ, നിർമ്മലുണ്ട്, അപ്പൊ കാര്യങ്ങൾ കുഴപ്പമില്ല. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, സാർ അങ്ങനെ ഒരാളുണ്ടെന്ന് പറയാണ്, നമുക്ക് വിവരങ്ങളൊക്കെ തരാൻ പറ്റിയത്. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെന്ന് പറയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. കാരണം സാഗർ ഫിനാൻസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഈ പണം വരുന്ന വഴിയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് പറയണം. അങ്ങനെ ഗൗതം ഫോൺ വെക്കുവാണ്. ഈ സമയം പിങ്കി മുറിയിൽ അലമാരി തുറന്ന് ഒരു ഡ്രസ്സ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് പിങ്കി ആ ബോക്സ് എടുത്തു. പിങ്കിയുടെ മനസ്സിലേക്ക് ഒരു ഓർമ്മ കടന്നു വരുവാണ്, അർജുനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. താൻ അർജുനെ ബർത്ത്ഡേക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്താണ് ഈ ഷർട്ട്. ഒരു നല്ല ബ്ലൂ ഷർട്ടാണ്. അപ്പൊ ആ ജീൻസിന്റെ ആ ഷർട്ട് കണ്ടപ്പോൾ പിങ്കിയുടെ മനസ്സിലേക്ക് അർജുന് ഇങ്ങനെ വരുവാണ്. അർജുന ആ ഷർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഷർട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടമായെന്ന് പറയണം. അല്ല, ഇതെന്താ ഇടാത്തേന്ന് ചോദിക്കും. ഇന്ന് ഇടുന്നില്ല, നമ്മുടെ ഹണിമൂണിന് ഇടാന്ന് പറഞ്ഞത്. അത് ഓർത്ത് കഴിഞ്ഞപ്പം പിങ്കിയുടെ കണ്ണറിയാതെ തന്നെ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് തന്നെ പിങ്കി ആ ഷർട്ടുമായിട്ട് നേരെ നിർമ്മലിനെ കാണാനായിട്ട് പോവാണ്. നിർമ്മൽ ഈ സമയം എന്താ ആഘോഷിക്കാൻ തുടങ്ങുമായിരുന്നു. ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ചു, കുറച്ച് മദ്യമൊക്കെ എടുത്തു വെച്ചു. കൊള്ളാം, പൊളി. ഇനി ഇങ്ങനെ നന്നായിട്ടൊന്ന് കുടിച്ചിട്ട് കിടന്ന് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. അതോടുകൂടി കാര്യമൊക്കെ ഓക്കെ. അങ്ങനെയൊക്കെ ഓർത്തിട്ട് മദ്യം ഒഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പിങ്കി അല്ലേ, പിങ്കി കഥയെ മുട്ടുവാണ്. നശിക്കാനായിട്ട് ഈ സമയത്ത് ആരാണോ വന്നേ എന്നോർത്തോണ്ട് പെട്ടെന്ന് കൊണ്ട് മദ്യം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാടെ. ഒളിപ്പിച്ചു വെച്ചിട്ട് അർജുൻ നിർമ്മൽ ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്ന് കഥവ് തുറക്കുവാണ്. കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടത് പിങ്കീനെ. പിങ്കി ഇതെന്താ ഈ സമയത്ത് വന്നേ? അത് പിന്നെ ഞാൻ നിർമ്മലിന് ഒരു കാര്യം തരാൻ വേണ്ടി വന്നാന്ന് പറയണേ. എന്ത് തരാൻ വേണ്ടിയിട്ട്? പിന്നീട് ആ ഷർട്ടും എടുത്ത് കൊടുക്കുകയാണ്. ഇത് നിർമ്മലിന് തരാൻ വേണ്ടി വന്നാ. നിർമ്മലിന്റെ ബർത്ത്ഡേ അല്ലേന്ന് ചോദിക്കാം. എനിക്കിതിന്റെ കാര്യമൊന്നും ഇല്ല പിങ്കി എന്ന് പറയണം. എന്താ, ഞാൻ തന്നോണ്ടാണോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തരുന്നില്ല, ഞാൻ പോയിക്കൊള്ളാന്ന് പറയണം. ഇത് കേട്ടത് നിർമ്മൽ പറഞ്ഞു, വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക് പിങ്കി എന്ന് പറയണം. അത് വാങ്ങി. കാരണം നിർമ്മലിന് ആദ്യമായിട്ട് കിട്ടുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നത്. ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആരും ഇതിനായിട്ടും ഇങ്ങനെയൊന്നും തന്നിട്ടില്ല, ആദ്യമായിട്ടാണ് തരുന്നത്. അത് പറയുമ്പോൾ നിർമ്മലിന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. പിങ്കിക്ക് ഒരു സന്തോഷമൊക്കെ വന്നു. പിന്നീട് പിങ്കി ഇങ്ങനെ അവിടെയൊക്കെ നോക്കണം. എന്തോ ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. ഒരു സ്മെല്ല് വരുന്നുണ്ട്. എന്തിന്റെയാന്ന് ചോദിക്കുക. സ്മെല്ലോ? എന്തിന്റെ? ചിലപ്പോ പെർഫ്യൂമിന്റെ ആയിരിക്കും എന്ന് പറയാം. പെർഫ്യൂം ഒന്നല്ല, ഇത് വേറെ എന്തിന്റെയോ സ്മെല്ലാന്ന് പറയണം. വേറെ എന്തിന്റെ സ്മെല്ല് ഏതാ? അത് പിന്നെ എനിക്കറിയില്ല. പിങ്കി അവിടെ എല്ലാം പോയി അരിച്ചു പെറുക്കണം. അപ്പോഴാണ് ആ കബോർഡിന് താഴെ ഇരിക്കുന്ന ആ മദ്യക്കുപ്പിയും ഗ്ലാസും കണ്ടേ. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി ഇല്ലേ? വെറുതെ അല്ല, ഇപ്പഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ പരിപാടി ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. അത് പിന്നെ നമ്മൾ തന്നെ ബോറടിച്ച് കഴിയുമ്പോ എങ്ങനെയല്ലോ ഒന്ന് ഉറങ്ങി കിട്ടണ്ടേ പിങ്കി, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്ന് പറയണം. ഇത് കുടിച്ചാലോ ഉറക്കം വരുള്ളൂ, ഈ വിഷം കുടിച്ചാലോ ഉറക്കം വരത്തുള്ളൂ അല്ലേ? അങ്ങനെയാണ്, കുഴപ്പമില്ല. ഇനിയിപ്പം കുടിക്കുവോ കുടിക്കാതിരിക്കുവോ എന്ത് വേണം ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ല, മിണ്ടാനും പോകുന്നില്ലെന്ന് പറയാം. അയ്യോ പിങ്കി, അങ്ങനെ പറയില്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നിർമ്മൽ ഒരു കാര്യം ചെയ്യാം, ഇത് കൊണ്ട് ഒഴിച്ചു കളാം, അല്ല ഞാൻ തന്നെ കൊണ്ട് ഒഴിച്ചു കളയാന്ന് പറയാം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ട് ഒഴിച്ചു കളഞ്ഞോളാന്ന് പറയാം. എന്നാ കുഴപ്പമില്ല, അന്ന് ഞാൻ നിർമ്മലിനോട് മിണ്ടും, അല്ല ഞാൻ മിണ്ടത്ത് പോലും ഇല്ലാന്ന് പറയാം. വെറുതെ എന്തിനാ ഈ വിഷം കുടിച്ച് നശിക്കുന്നേ? അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കും. അതിന്റെ ഒരു കാര്യമില്ല, നല്ലൊരു ജീവിതം, അതിങ്ങനെ നശിപ്പിച്ച് കളയില്ലെന്നൊക്കെ പറഞ്ഞ് പിങ്കി ഉപദേശിക്കുക. ഈ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പം നിർമ്മലിന്റെ മനസ്സിൽ എവിടെയോ അത് കൊണ്ടു. പിന്നീട് പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നിർമ്മൽ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ നിർമ്മല മദ്യം കുടിച്ചില്ല. നിർമ്മലിന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവങ്ങളായിരുന്നു. ഇത്രയും കാലം നിർമ്മലിനെ ഇങ്ങനെ നേർവഴിക്ക് നയിക്കാനൊന്നും ആരുമില്ലായിരുന്നു. അമ്മ പറഞ്ഞതിലോട്ട് അനുസരിക്കാൻ നടക്കുന്ന സ്വഭാവമാണല്ലോ നിർമ്മലിന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ
പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞ് നിർമ്മൽ ഫോൺ വിളിക്കുവാണ് നിർമ്മലിന്റെ അമ്മേനെ. അങ്ങനെ വിളിക്കണ സമയത്ത് നിർമ്മലിന്റെ അമ്മ ചോദിച്ചു, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. അല്ല ഇത്ര സമയമായിട്ട് എന്താ എടുക്കാറുന്നെന്ന് ചോദിക്കുവാണ്. എത്ര സമയമായി ഞാൻ വിളിക്കുന്നത്? ഓ, എന്നെ ചീത്ത പറയാനായിരിക്കുമല്ലേ? ഒരു കാര്യം ചെയ്യ, ആ പറയേണ്ട ചീത്തയൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഇങ്ങ് ഇട്ടാൽ മതി. ഞാനിത് പിന്നെ സാവകാശം പോലെ വായിച്ചോളാം. തള്ളേന്നും വിളിച്ചെന്നെ ചീത്ത പറയാനല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട നിർമ്മലൊന്നും മിണ്ടിയില്ല. നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? ഓ, ഇനിയിപ്പം എന്തൊക്കെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഒരു കാര്യം ചെയ്യ, ഇപ്പൊ എനിക്ക് സമയമില്ല, നീ വൈകുന്നേരം വിളിച്ചോ, ആ സമയത്ത് നിന്റെ ചീത്ത ഞാൻ കേൾക്കാന്ന് പറയണം. പെട്ടെന്ന് തന്നെ നിർമ്മല അമ്മേന്ന് വിളിക്കുവാണ്. ഒരു നിമിഷം ഞെട്ടിപ്പോയി സാവിത്രി. തന്നെ അമ്മേന്ന് വിളിച്ചിരിക്കുന്നോ? എന്താ മോനെന്നാ ചോദിക്കുവാണ്. അത് പിന്നെ അമ്മ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുക. ഇത് കേട്ടത് സാവിത്രിയുടെ കണ്ണു നിറഞ്ഞു. മോനെ, നീ എന്താടാ ഇങ്ങനെ? കാരണം നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ആകെപ്പോഴൊരു മാറ്റം നിർമ്മലിന്. അത് പിന്നെ അമ്മേ എടാ നീ പോയിട്ട് അവിടെ നിന്റെ അച്ഛന്റെ ആൾക്കാരെ കണ്ടോ? കണ്ടമ്മേ, ഞാനിപ്പോ ഇന്ദീവരത്തിലാന്ന് പറയണ. എടാ നിന്റെ വല്യമ്മ സുമംഗല ഉണ്ടോ അവിടെ? അതെ, അവരൊക്കെ സ്നേഹമുള്ളവരമ്മേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, നല്ല സ്നേഹമുള്ളവരാ, എന്നോടൊക്കെ നല്ല സ്നേഹമാന്ന് പറയാം. ഇത് കേട്ടതും അറിയാതെ സാവിത്രിയുടെ കണ്ണു നിറഞ്ഞു. സാവിത്രി പറഞ്ഞു, അല്ല മോനെ, അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അല്ല നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാം. ഞാൻ ഫുഡ് കഴിച്ചമ്മേന്ന് പറയാം. സാവിത്രിക്ക് ഭയങ്കര സന്തോഷമായി. കുറെ കാലത്തിന് ശേഷമാണ് തന്റെ മോനിങ്ങനെ തന്നെ അമ്മേന്ന് വിളിക്കുന്നത്. ആ ഒരു സ്നേഹം, ഇത്രയും കാലം തന്നെ തള്ളേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വെറുപ്പായിരുന്നു അവളുടെ ആ വിളിയിലുണ്ടായിരുന്നേ. അങ്ങനെ ആ സ്നേഹം തിരിച്ചറിയുവാണ് നിർമ്മലിന്റെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ അർജുൻ എന്ന് ഇടയ്ക്ക് പേര് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴും നിർമ്മലിനെ കാണുമ്പോൾ അത് അർജുൻ അല്ലായിരുന്നോ? അപ്പൊ ആ ഒരു രീതി വരുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ പേര് പറഞ്ഞ സമയത്ത് അർജുൻ എന്ന് മാറിപ്പോട്ടോ. ഇടയ്ക്ക് എവിടെയെങ്കിലും അങ്ങനെ കുറെ സ്ഥലത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.